ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ക്യാപ്സിക്കം, ഒരു ചെറിയ തക്കാളി, അതുപോലെ സവാള, ക്യാരറ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ശേഷം ഒരു പാത്രത്തിലേക്ക് പാസ്ത, നമ്മൾ ഏത് പാസ്തയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാസ്ത ഇടുക. കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു സ്പൂൺ മുതൽ ഒരു 1.5 സ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റിനുള്ളിൽ പാസ്ത വെന്ത് കിട്ടുമ്പോൾ നമ്മുടെ പാസ്ത ചെറുതായിട്ടൊന്ന് വീർത്ത് ഈ ഒരു ടെക്സ്ചറിലായിരിക്കും ഇരിക്കുക. നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളം തോരാനായിട്ട് വെക്കാം. ആ സമയത്ത് നമ്മൾ സെയിം പാത്രത്തിൽ തന്നെയാണ് ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 അല്ലെങ്കിൽ 4 to 5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഒഴികെയുള്ള പച്ചക്കറികൾ, അതായത് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് അരിഞ്ഞിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം, മീൻസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ള ക്വാണ്ടിറ്റി എടുക്കാം. ഞാനൊരു ചെറിയ കവർ പാസ്ത ആണ് മേടിച്ചത്, അപ്പോൾ അതിനനുസരിച്ചുള്ളത് എടുത്തിട്ടുള്ളൂ. ശേഷം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാര്യം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഫുള്ളായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനുശേഷം ഇതെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്രയാണോ അരപ്പ് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായി വന്ന ബട്ടറിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഒന്ന് ജസ്റ്റ് ആ ബട്ടറിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മളിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആ 1 ഗ്ലാസ് പാല് ചെറുതായിട്ട് ഒഴിച്ച് നമുക്കിതൊരു ക്രീം പോലെ ആക്കിയെടുക്കാം. ഒട്ടും കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. കട്ട പിടിച്ച് കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും. പക്ഷേ കട്ട പിടിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, അതിനുള്ള റെമഡി എൻ്റെ കയ്യിലുണ്ട്. നമുക്കിത് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ക്രീം വേണ്ടത് ആ ഒരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് കട്ട പിടിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട. ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലടിച്ചാലും കിട്ടും. ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തീ ഒട്ടും കൂട്ടി വെക്കരുത്, കാരണം അത് കുറുകി പോകും പെട്ടെന്ന്. നമ്മുടെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരിയോടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം വെള്ളം തോരാൻ വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അധികം കട്ട പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്, അപ്പോൾ അതങ്ങനെ വരുള്ളൂ. ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തീ ഒട്ടും കൂട്ടി വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സീസണിങ് ആയിട്ട് ഒറിഗാനോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ ഇതിനകത്ത് ഒരു മെയിൻ അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒറിഗാനോ. ഞാനത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.